ആത്മാവ് നമ്മിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു വ്യക്തിയായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവ് ദൈവം അരൂപിയാണ്, ആത്മാവാണ്. പക്ഷേ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന മുതൽ ഒരു വ്യക്തിയായിട്ടാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധാത്മാവുമായിട്ട് വ്യക്തിപരമായ ഒരു ബന്ധം നമുക്കുണ്ടാവണം. നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം. അപ്പസ്തോല പ്രവർത്തനത്തിൽ 16-ാം അധ്യായത്തിൽ 6 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. ഏഷ്യയിൽ വചനം പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചതുകൊണ്ട് ഫ്രീജിയ, ഗലാത്യ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്തു. പൗലോസും സീലാസും അവര് ദൈവത്തിന്റെ ആത്മാവ് തടയുകയാണ്. ഏഷ്യയിൽ നിന്ന് വചനം പ്രസംഗിക്കുന്ന പരിശുദ്ധാത്മാവ് അവരെ പിന്തിരിപ്പിച്ചു. പൗലോസും സീലാസും ഏഷ്യയിലേക്ക് വചനം പ്രസംഗിക്കാൻ പോകാനായിട്ട് ഇറങ്ങിത്തിരിച്ചപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് അവരെ ബ്ലോക്ക് ചെയ്തു. അങ്ങോട്ട് പോകണ്ട, അവരെ പിന്തിരിപ്പിച്ചു. അവർ ഫ്രീജിയ, ഗലാത്യ എന്നിവിടങ്ങളിലൂടെ യാത്ര ചെയ്ത് മീസിയായിക്ക് അടുത്തു വന്നപ്പോൾ ബിഥീനിയയിലേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. ബിഥീനിയ എന്ന സ്ഥലത്തേക്ക് പോകാൻ അവർ ആഗ്രഹിച്ചു. എങ്കിലും യേശുവിൻ്റെ ആത്മാവ് അതിന് അനുവദിച്ചില്ല. യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് അവരെ അങ്ങോട്ട് വിട്ടില്ല. എങ്ങോട്ടാണ്? ബിഥീനിയയിലേക്ക്. ആദ്യം ഏഷ്യയിൽ പോകാൻ ആലോചിച്ചു, ദൈവാത്മാവ് തടഞ്ഞു. ബിഥീനിയയിലേക്ക് പോകാൻ ആഗ്രഹിച്ചു, ദൈവത്തിന്റെ ആത്മാവ് തടഞ്ഞു. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കും, ഇടപെടും, വഴി നടത്തും. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പോകണ്ടാത്ത സ്ഥലത്തേക്ക് നമ്മളെ വിടുകല, തടയും. നമ്മളെ ദൈവത്തിന്റെ ആത്മാവുമായിട്ട് ആലോചന ചോദിക്കാനുള്ള ഒരു ആത്മീയ തലത്തിൽ ഒരു അഭിഷേകവും അറിവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ആ വെളിപ്പെടുത്തലുകൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. ഹല്ലേലൂയ. മീസിയ പിന്നിട്ട് അവർ ത്രോവോസിലേക്ക് പോയി. രാത്രിയിൽ പൗലോസിന് ഒരു ദർശനമുണ്ടായി. മക്കെദോനിയാക്കാനായ ഒരുവൻ അവന്റെ മുമ്പിൽ നിന്ന് ഇപ്രകാരം അഭ്യർത്ഥിച്ചു: മക്കെദോനിയയിലേക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക. രാത്രിയിൽ പൗലോസിന് ഒരു ദർശനം ഉണ്ടാവുകയാണ്, ഒരു സ്വപ്നമുണ്ടായി. മക്കെദോനിയക്കാരുടെ അങ്ങോട്ട് വരാൻ പറയുന്നു. മക്കെദോനിയക്കാരെ സുവിശേഷം അറിയിക്കാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞ് അവന് ദർശനമുണ്ടായ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോകാൻ ഉദ്യമിച്ചു. പിന്നെ അവര് മക്കെദോനിയയിലേക്ക്, അപ്പോൾ ഏഷ്യയിലേക്ക് ആത്മാവ് തടഞ്ഞു, ബിഥീനിയയിലേക്കുള്ള യാത്ര ആത്മാവ് തടഞ്ഞു. ഇവിടെ ഇതാ അവര് മക്കെദോനിയ എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ സുവിശേഷം പ്രസംഗിക്കുന്നതാണ് തുടർന്നുള്ള അധ്യായങ്ങളിൽ നമ്മൾ കാണുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നടത്തും. ഞാൻ ഈ അടുത്ത നാളുണ്ടായ എൻ്റെ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ പറയാം. കഴിഞ്ഞ മാസം ജനുവരി 14 അന്ന് ഞാൻ ഹൈദരാബാദിലെ സീറോ മലബാർ സഭയുടെ കൺവെൻഷന്റെ അവസാനത്തെ ദിവസം, 3 ദിവസത്തെ കൺവെൻഷനായിരുന്നു. അവസാനത്തെ ദിവസം ഞാനായിരുന്നു. ആ 14-ാം തീയതി, അതിന് തലേ മാസം ഡിസംബറിൽ കോയമ്പത്തൂര് ഡിവൈൻ്റെ ധ്യാനകേന്ദ്രമുണ്ട്, തമിഴ് ധ്യാനകേന്ദ്രം. അപ്പോൾ ആ തമിഴ് ധ്യാനകേന്ദ്രത്തിലെ അച്ഛന് എന്നെ ഫോണിൽ വിളിച്ചു. എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരനെ 14-ാം തീയതി അവിടുത്തെ കൺവെൻഷനാണ്. നായ്ക്കമ്പലച്ചനും പനക്കിലച്ചനും മറ്റച്ഛന്മാരൊക്കെ ഉണ്ട്. ഒരു ദിവസം 14-ാം തീയതി സാബു ബ്രദറുടെ വന്ന് ഞങ്ങളെ കൺവെൻഷൻ സഹായിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വെച്ചാൽ എനിക്ക് 13-ാം തീയതി വരെ കൊച്ചി വെളിയിൽ കൺവെൻഷനാണ്, ഞായറാഴ്ച തിരുവള്ളൂർ, അത് കഴിഞ്ഞ് പോന്നാൽ മതി. അവിടെ എത്തി ഞാൻ പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്ക് ഒരു പ്രേരണയില്ല തമിഴ് കൺവെൻഷന് എടുക്കാനായിട്ട്, അന്ന് പോകാനായിട്ട് എൻ്റെ ആത്മാവിൽ ഒരു പ്രേരണയില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അച്ഛന് മറുപടിയൊന്നും അയച്ചില്ല. അച്ഛനിടയ്ക്ക് വാട്സാപ്പിൽ എനിക്ക് മെസ്സേജ് ഇട്ടു, എങ്ങനെയാണെന്ന് ചോദിച്ചു. മെസ്സേജ് ഇട്ടു, ഞാൻ റെസ്പോണ്ട് ചെയ്തില്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ആ കൺവെൻഷന് പോകാനായിട്ട് ഒരു പ്രേരണയില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇതാ ഹൈദരാബാദിൽ നിന്ന് എൻ്റെ ചുമതലയുള്ള അബ്രഹാം എന്ന് പറയുന്ന അച്ഛനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇവിടെ കൺവെൻഷന് 3 ദിവസമുണ്ട്, 14-ാം തീയതി ലാസ്റ്റ് ദിവസം സാവു ബ്രദറിന് വരാൻ പറ്റുമോ, വന്ന് ഞങ്ങളെ ഒരു ദിവസം എന്ന കൺവെൻഷൻ ലാസ്റ്റ് ഡേ നയിക്കാമോ എന്ന് ചോദിച്ചു. ഞാൻ ഉടനെ പറഞ്ഞു, ഉറപ്പ് വരാമെന്ന് പറഞ്ഞു. കോയമ്പത്തൂർ 14-ാം തീയതി ചോദിച്ചിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഒരു പ്രേരണയും ആത്മാവ് തരുന്നില്ല.
പക്ഷെ ഹൈദരാബാദിലേക്ക് ചോദിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ ആത്മാവ് പറഞ്ഞു ഡേറ്റ് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഡേറ്റ് കൊടുത്തു. പിന്നെ വെള്ളി കൺവെൻഷൻ കഴിഞ്ഞിട്ട് ഞായറാഴ്ച കഴിഞ്ഞു. തിങ്കളാഴ്ച വെളുപ്പിലത്തെ ഫ്ലൈറ്റിന് ഞാൻ ഹൈദരാബാദിലേക്ക് പോയി. ഞാൻ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നത് റാഫേൽ തട്ടിൽ പിതാവ്, ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിൽ പിതാവ് അന്ന് ഉച്ച കഴിഞ്ഞ് കുർബാനയ്ക്കായിട്ട് അവിടെ വരുന്നുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവുമായിട്ട് വർഷങ്ങളായിട്ടുള്ള ബന്ധമുണ്ട്. അത് വലിയ സന്തോഷമായി പോയി. അന്ന് പിതാവായിരുന്നു കുർബാന കഴിഞ്ഞ് ഞങ്ങളൊന്നിച്ച് ഫോട്ടോ എടുത്തു, എൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിച്ചു. വലിയൊരു അനുഗ്രഹമായിരുന്നു. ഉണ്ടോ? ഞാൻ തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ പോയായിരുന്നെങ്കിൽ ഇങ്ങനൊരു പിതാവായിട്ട് കാണാൻ പറ്റുമായിരുന്നോ? ഇല്ല. അന്ന് ഞങ്ങൾക്ക് പ്രസംഗിച്ചെടുക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മെസ്സേജ് നൽകി, വലത് ഇടത് ഷോൾഡറുകൾ ഡിസ്ലൊക്കേഷൻ ആകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. അപ്പം ഞാൻ അനൗൺസ് ചെയ്തു, വലത് ഇടത് ഷോൾഡർ ഡിസ്ലൊക്കേഷൻ ആകുന്ന ആരെങ്കിലും ഉണ്ടെന്ന് ചോദിച്ചു. അവിടെ ധാരാളം വൈദികരുണ്ടായിരുന്നു. കൂട്ടത്തിലൊരു അച്ഛൻ, ജോൺ അൻസിൽ, ചെറുപ്പക്കാരനാണ്. അച്ഛനേറ്റം പറഞ്ഞിരിക്കുക, അച്ഛൻ കൈവക്കി കയറി വരാൻ പറഞ്ഞു. അച്ഛൻ്റെ ഇടത്തെ ഷോൾഡർ 13 വർഷമായിട്ട് ഡിസ്ലൊക്കേഷൻ. കിടക്കുമ്പോൾ ഉറക്കത്തിൽ പോലും ഷോൾഡർ ഊരി പോകും. അച്ഛൻ നല്ല വണ്ണമാണ്. അപ്പം പിന്നെ ഈ ഷോൾഡർ ഊരി പോയി കഴിഞ്ഞാൽ പിന്നെ എഴുന്നേക്കാൻ പോലും ഒരാൾ വന്ന് എണീപ്പിക്കാതെ അച്ഛൻ കട്ടിലിൽ നിന്ന് പോലും എഴുന്നേക്കത്തില്ല. അങ്ങനൊരു വലിയൊരു വിഷമത്തിൽ, ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇടത്തെ കൈ പിടിച്ചത്, കൈവത്തി യേശുവിൻ്റെ നാമത്തിൽ ഇനി ഈ ഷോൾഡർ ഊരത്തില്ല, ഒറ്റ വാക്ക് കറക്കിക്കൊള്ളാൻ പറഞ്ഞു. കറക്കി, ഇടിച്ചു, തോടിച്ചു ഒക്കെ ചെയ്തു. അച്ഛൻ്റെ കൈക്ക് ഒരു കുഴപ്പമില്ല, അന്നേരം ഹീൽ ചെയ്ത്. ഹല്ലേലൂയ. അച്ഛന് സാക്ഷ്യം പറഞ്ഞു, കൈ വട്ടമൊക്കെ കറക്കി ഇടിച്ചും തൊഴിച്ചും ഒക്കെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ കാണുന്നത് ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട്. സിസ്റ്റേഴ്സൊക്കെ ഇന്ന് കരയുക. അച്ഛന്മാരുടെ കണ്ണിനൊക്കെ കണ്ണുനീര് വരിക. കാരണം അവർക്കൊക്കെ അറിയാം അച്ഛൻ്റെ ഈ അവസ്ഥ അറിയാം. ഒറ്റ നിമിഷം കൊണ്ട്, ഒരു സെക്കൻഡ് യേശുവിൻ്റെ നാമത്തിൽ ഈ ഷോൾഡർ ഉയരത്തില്ല. ആ നിമിഷം അത് ഹീൽ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ നൂറുകണക്കിന് അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. നിങ്ങൾ യൂട്യൂബിൽ കിങ് ജീസസ് മിനിസ്ട്രി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനകത്ത് ഇപ്പോൾ നമ്മുടെ ഹീലിങ്ങിൻ്റെ സാക്ഷ്യമുണ്ട്. 1600-ലധികം സാക്ഷ്യങ്ങൾ യൂട്യൂബിനകത്ത് ഇപ്പോൾ ആയിക്കഴിഞ്ഞു. 1600-ലധികം. ഷാലോമിൽ എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച 7:30 പ്രോഗ്രാമിന് ഒരു മേജർ ഹീലിങ്ങിൻ്റെ സാക്ഷ്യങ്ങൾ, എണ്ണിയാൽ തീരാത്ത പോലെ സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ സാക്ഷ്യങ്ങൾ കർത്താവ് അനേകർക്ക് ചെയ്തിട്ടുണ്ട്. സൗഖ്യം, വിടുതൽ നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും, അത്ഭുതങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ നയിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് കൃത്യമായിട്ട് സന്ദേശങ്ങൾ, ദർശനങ്ങൾ, പ്രവചനങ്ങൾ, വെളിപ്പാടുകൾ. പിന്നെ ഞാൻ കോയമ്പത്തൂരെ കാര്യം പറഞ്ഞില്ല, ആത്മാവ് അത് പോകാൻ എന്നെ സംഭവിച്ചില്ല. പക്ഷെ എന്നെ ഹൈദരാബാദിന് വിട്ടു. ഭയങ്കര ശുശ്രൂഷയായിരുന്നു. അവൾ ആത്മാവിനോട് ആലോചന ചോദിക്കാതെ ഞാൻ കോയമ്പത്തൂർ എടുത്തിരുന്നെങ്കിലോ, ഹൈദരാബാദിൽ നടക്കേണ്ട കാര്യങ്ങൾ നടക്കുമോ? അച്ഛന് സൗഖ്യം കിട്ടുമോ? അച്ഛൻ പറയുന്നു, എനിക്ക് വേണ്ടി മാത്രം സൗഹൃദം ഇവിടെ കൊണ്ടുവന്ന. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു അനുഭവമാണ് നമുക്കുണ്ടാവേണ്ടത്. ആത്മാവ് പറയുന്ന പോലെ നമ്മൾ അനുസരിക്കുക. അതിന് നമ്മൾ പ്രാർത്ഥന മനുഷ്യരാകണം. വേറെ വഴിയൊന്നുമില്ല കേട്ടോ. തിന്നും കുടിച്ചും അങ്ങനെ ജീവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണ മനസ്സിലാക്കാൻ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ നടക്കത്തില്ല. ഉപവാസം, പ്രാർത്ഥന, ദൈവത്തിൻ്റെ ആത്മാവിനോട് നമ്മൾ ചേർന്ന് ആയിരിക്കുക. ഹല്ലേലൂയ. സൗഖ്യദായകനായ യേശു മഹത്വപൂർണനായി നമ്മുടെ മധ്യത്തിലുണ്ട്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സത്യമായിട്ടും ഈ തിരുവോസ്തിയിലുണ്ട്. ഈ അപ്പത്തിൽ മറഞ്ഞിരിക്കുന്നവൻ നമ്മുടെ കണ്ണുനീർ തുടയ്ക്കും, നമുക്ക് സൗഖ്യം നൽകും, നമ്മളെ ആശ്വസിപ്പിക്കും. നമ്മുടെ വേദനകളും ദുഃഖങ്ങളെല്ലാം അവിടത്തേക്ക് അറിയാം. യോഹന്നാൻ 16:21 നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. ഉറപ്പാണത്. കർത്താവിൻ്റെ വാക്ക. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും. നിങ്ങളുടെ ദുഃഖങ്ങൾ, രോഗങ്ങൾ, കടബാധ്യതകൾ, മക്കളുടെ ആവശ്യങ്ങൾ, കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, എന്തൊക്കെയുണ്ടോ, ജോലിയില്ല, വീടില്ല, അല്ലെ കുഞ്ഞുങ്ങളില്ല, എല്ലാ വിഷമങ്ങളും, മനസ്സിനെ ഭാരപ്പെടുത്തുന്ന സങ്കടങ്ങളൊക്കെ ഈശോയോട് പറയുക. ഈശോയുടെ മുമ്പിൽ എല്ലാം വിശ്വാസത്തോടെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. യെശയ്യാ 60:21 നിന്റെ വിലാപത്തിന്റെ നാളുകൾ അവസാനിക്കും,
നിന്റെ വിലാപത്തിന്റെ നാളുകൾ അവസാനിക്കും. നിന്റെ കണ്ണുനീരിന്റെ കാലം അതിന്റെ അവസാനമുണ്ട്. നിന്റെ സഹനങ്ങൾ അതിനൊരു മറുപടിയുണ്ട്. നിന്റെ സഹനങ്ങളെ ദൈവം അനുഗ്രഹമാക്കും. നിന്റെ തകർച്ചകൾക്ക് മറുപടിയുണ്ട്. തകർച്ചകളിൽ നിന്ന് കർത്താവ് ഉയർച്ച നൽകും. നിയമാവർത്തനം 28:13 നിനക്ക് അധോഗതി ഉണ്ടാവുകയില്ല, അഭിവൃദ്ധി ഉണ്ടാവും. ഈ വചനമാംസം ധരിക്കും. നിനക്ക് അധോഗതി ഉണ്ടാവുകയില്ല, നിനക്ക് അഭിവൃദ്ധി ഉണ്ടാവും. ഹഗ്ഗായി 2:19 കർത്താവ് അരുളി ചെയ്യുന്നു, ഇന്നു മുതൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കുന്ന ദൈവം, ആശ്വസിപ്പിക്കുന്ന ദൈവം, അഭിഷേകം നൽകുന്ന ദൈവം നമ്മളെ തൊടും, ഉറപ്പാണ്. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.